ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. സോ നമ്മൾ IOQM എക്സാം ആണ് സെപ്റ്റംബർ 6-ന്. ഇനി വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ, വെറും 2 വീക്സ് ഒക്കെ നമുക്കിനി പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്കുള്ളൂ. സോ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തന്നെ വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 and 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം IOQM-ന് 2 മാർക്സിനും 3 മാർക്സിനും 5 മാർക്സിനുമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ 2 മാർക്സിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസും 3 മാർക്സിൻ്റെ 10 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഇത് മുഴുവൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 മാർക്സിൻ്റെ അടുത്തേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ച് ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് മാക്സിമം ഈ ഒരു 2 and 3 മാർക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം നമ്മുടെ മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2 and 3 മാർക്സിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ കൂടിക്കോ. ചാനൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഫോളോ ചെയ്തിട്ടോ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇതവിടെ ഒരു IOQM 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The number obtained by taking the last 2 digits of 5 raised to 2024 in the same order is. അപ്പം നമ്പർ ഒപ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അതായത് ഈ 5 raised to 2024 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ സെയിം ഓർഡറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 raised to 2024 നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5 raised to ഇപ്പോൾ 5 raised to 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. ഓക്കെ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 5 സ്ക്വയർ 25 ആണ്, റൈറ്റ്. 5 ക്യൂബോ 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 raised to 4 എന്ന് പറയുമ്പോൾ 625 ആണ് വരിക അല്ലേ. 25ൻ്റെ സ്ക്വയർ 625 ആണ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, 5 raised to 1 അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, അത് മാറ്റി നിർത്താം, റൈറ്റ്. ബാക്കി നോക്ക്, 5 സ്ക്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും 5 ക്യൂബ് എടുത്താലും 5 raised to 4 എടുത്താലും ഒക്കെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിക്കേ, 25 ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താണ്, 25 ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 5 raised to n എന്നെടുക്കുകയാണ്, 5 raised to n എന്നെടുക്കുകയാണ്, വേർ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 5 raised to n എടുക്കുകയാണ്, n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കും, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 ആയിരിക്കും. ഈസി അല്ലേ. 5 raised to n എടുക്കുകയാണ്, ആ n എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. കാരണം എന്താ, 1 ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെ ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താണ്ട 25 ആയിരിക്കും. അപ്പോൾ 25 തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാം അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മേ ബി വരാം. ഇത് IOQM 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത്. ഒരിക്കലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകരുത്. നമ്മൾ ഹയർ ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യണം, റൈറ്റ്. സോ നമുക്ക് ഇതൊരു 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ഒരു 3 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Consider a square ABCD of side length 16. Let EF be points on CD such that CE is equal to EF is equal to FD. Let the line BF and AE meet in M. The area of triangle MAB is. So ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ക്വയർ ഉണ്ട്, ABCD എന്ന് പറയുന്ന സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ക്വയർ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. യെസ്, സോ ഒരു ABCD എന്ന് പറയുന്ന സ്ക്വയർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്, റൈറ്റ്. ABCD എന്ന സ്ക്വയർ ഉണ്ട്. ആൻഡ് ദ സൈഡ് ലെങ്ത് 16 ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AB എന്ന് പറയുന്നത് 16, BC 16, ഇവിടെ എല്ലാം 16 എന്ന് വരും. ഓക്കെ, ലെറ്റ് E ആൻഡ് F ബി പോയിന്റ്സ് ഓൺ CD. ഇയും എഫും CDയിലുള്ള പോയിന്റ്സ് ആണ്. സച്ച് ദാറ്റ് CE ഈസ് ഈക്വൽ ടു EF ഈസ് ഈക്വൽ ടു FD. അപ്പോൾ CE എന്ന് പറയുന്നതും EF എന്ന് പറയുന്നതും FD എന്ന് പറയുന്നതും ഈക്വൽ ആവുന്ന പോലെ നമ്മൾ 2 പോയിന്റ്സ് എടുക്കണം. എവിടെ എടുക്കണം, CD എന്നുള്ള ലൈനിൽ എടുക്കണം. സോ എങ്ങനെയായിരിക്കും ആ 2 പോയിന്റ്സ്? ഇതാ, ഈ CD എന്ന ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യുന്ന പോലെ E ആൻഡ് F പോയിന്റ്സ് എടുക്കുന്നു. ദിസ് ഇസ് E ആൻഡ് F. ഓക്കെ, അപ്പോൾ CE ഈസ് ഈക്വൽ ടു EF ഈസ് ഈക്വൽ ടു FD. ഇത് 3ഉം ഈക്വൽ ആണ്. ദെൻ ലെറ്റ് ദ ലൈൻ BF ആൻഡ് AE മീറ്റ് ഇൻ M. BFും AEയും BF എന്നുള്ള ലൈന് നമ്മൾ കണക്ട് ചെയ്യാണ്. BF ഞാൻ കണക്ട് ചെയ്തു. ആൻഡ് ഓൾസോ AE എന്നുള്ള ലൈനും ഞാൻ കണക്ട് ചെയ്തു. ഈ 2 ലൈനും കണക്ട് ചെയ്യുമ്പോൾ ആ 2 ലൈനും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, M ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് പോയിന്റ് ഈസ് M. ഓക്കെ, ദെൻ ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB എന്ന് പറയുന്നതാ ഈ ഒരു ഏരിയ, ഈ ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഓരോ സൈഡും തന്നിട്ടുണ്ട്. സൈഡ് ലെങ്ത് 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് E ആൻഡ് F എന്നുള്ള പോയിന്റ്സ് നമ്മൾ CD എന്ന ലൈനിൽ എടുത്തിട്ടുണ്ട്. സച്ച് ദാറ്റ് CE എന്ന് പറയുന്നതും FE എന്ന് പറയുന്നതും DF എന്ന് പറയുന്നതും എല്ലാം ഈക്വൽ ലെങ്ത്സ് ആണ്. ആൻഡ് BF ആൻഡ് AE മീറ്റ് അറ്റ് പോയിന്റ് M
അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് ഇവിടെ നമുക്കറിയാം CEയും EFും FDയും എല്ലാം ഈക്വൽ ലെങ്ത്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ CEക്ക് X എന്ന് കൊടുക്കുകയാണ്. CEക്ക് X കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം FE X ആയിരിക്കും ആൻഡ് DFും എന്തായിരിക്കും? X ആയിരിക്കും. ഓക്കെ, CE ഞാൻ X കൊടുത്തു, FE X ആണ്, DFും X ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് CD എന്നുള്ള സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി 3X ആയിരിക്കും അവിടുത്തെ ലെങ്ത്ത് അല്ലേ. അപ്പോൾ CD എന്നുള്ള ലെങ്ത്ത് 3X ആണെങ്കിൽ വി നോ AB ഈസ് ഈക്വൽ ടു 3X, BCയും 3X ആയിരിക്കും ആൻഡ് ഓൾസോ ADയും 3X ആയിരിക്കും നമുക്കറിയാം അല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു ലെങ്ത്ത് അറിയാം, സൈഡ് ലെങ്ത്ത് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് 3X ഈസ് ഈക്വൽ ടു 16 ഓർ X ഈസ് ഈക്വൽ ടു 16/3. ഓക്കെ, X ഈസ് ഈക്വൽ ടു 16/3 അല്ലെങ്കിൽ ഈ ഓരോ ലെങ്ത്തും 16/3 ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇല്ലേ നമുക്ക് 2 ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? MAB എന്ന് പറയുന്ന ട്രയാങ്കിളും MEF എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും, 2 ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ 2 ട്രയാങ്കിൾസിനും എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. MAB ആൻഡ് ഓൾസോ ട്രയാങ്കിൾ MEF, ഈ 2 ട്രയാങ്കിൾസ് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇതാ MABയിലെ ഈ ഒരു ആംഗിൾ റൈറ്റ്, MABയിലെ ഈ ഒരു AMB എന്ന് പറയുന്ന ആംഗിളും MEFയിലെ ഈ ഒരു ആംഗിൾ EMF എന്ന് പറയുന്ന ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആ 2 ആംഗിൾസും ഈക്വൽ ആംഗിൾസ് ആണ്, റൈറ്റ്, ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ദീസ് 2 ലൈൻസ് ABയും EFും എന്താണ്ടാ? ABയും EFും പാരലൽ ആണ്, കാരണം ഇതൊരു സ്ക്വയർ ആണ്. ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് ആംഗിൾ റൈറ്റ്, ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. FEM എന്ന് പറയുന്ന ആംഗിളും BAM എന്ന് പറയുന്ന ഈ 2 ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും, കാരണം FE ആൻഡ് AB ആർ പാരലൽ. അതുകൊണ്ട് തന്നെ those 2 angles are equal. So we can say by AAA similarity, right, AAA similarity use ചെയ്തുകൊണ്ട് we can say that these 2 triangles are similar. Triangle MAB and triangle MEF are similar എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് സിമിലർ ആയതുകൊണ്ട് തന്നെ we can say that സിമിലർ ട്രയാങ്കിൾസിൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും അല്ലേ. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഞാനിപ്പം AB എന്ന റേഷ്യോയും FE എന്ന റേഷ്യോയും അതാണ് കറസ്പോണ്ടിങ് സൈഡ്സ്, അതാണ് എടുക്കുന്നത്. AB by F അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം AB എന്ന ലെങ്ത്ത് 3X ആണ്, EF എന്ന ലെങ്ത്ത് X ആണ്. അപ്പോൾ 3X/X ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സും ക്യാൻസൽ ആവും. AB by EF എന്ന് പറഞ്ഞാൽ X ആണ് കിട്ടി. ഓക്കെ, അത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ MAB എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അവിടെ ഒരു ഹൈറ്റ് വേണം, 1/2 × BH ആണ്. ഓക്കെ, ബേസ് നമുക്കറിയാം, ഇനി ഹൈറ്റും കൂടെ നമുക്ക് കിട്ടണം, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് പറയുക, ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന് ഹൈറ്റ് കൊടുക്കുകയാണ്, H1 എന്ന് കൊടുത്തു. ആൻഡ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ദിസ് ഈസ് H2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, H2 / H1 എന്ത് തന്നെയായിരിക്കും? H2/H1 എന്തായിരിക്കും? ഈ AB/EFനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോനോട് ഈക്വൽ ആയിരിക്കും എന്ത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോയും. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ സേ ദാറ്റ് X ഈസ് ഈക്വൽ ടു വാട്ട്? സോറി, ഇവിടെ X അല്ല നമുക്ക് വരിക, ഇവിടെ 3 ആണല്ലേ ആൻസർ വരിക. ദിസ് ഈസ് ഈക്വൽ ടു 3. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു H2/H1 എന്ന് പറയാം. പറഞ്ഞൂടെ കറക്റ്റ് അല്ലേ? യെസ്, H2/H1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് H2? H2 ഈസ് ഈക്വൽ ടു 3H1 എന്ന് പറയാം. ഓക്കെ, H2 ഈസ് ഈക്വൽ ടു 3H1. യെസ്, അപ്പോൾ H2 ഈസ് ഈക്വൽ ടു 3H1 ആണ്. ഇനി നിങ്ങൾ നോക്കുക, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ H2 ഈസ് ഈക്വൽ ടു H1 ആണെന്ന് നമുക്ക് കിട്ടി. ബിക്കോസ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോയും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ്. സിമിലർ ട്രയാങ്കിൾസിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് AB/EF. കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് H2/H1. അത് ഈക്വൽ ആയിരിക്കും, 3നോട് ഈക്വൽ ആണ്. സോ H2 ഈസ് ഈക്വൽ ടു 3H1. ഇനി നോക്ക്, ഈ H1 + H2 എന്ന് പറഞ്ഞാൽ എന്താ? H1 + H2 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത്താണ്. അതെന്തിനോട് ഈക്വൽ ആണ്? അത് ഈ 3Xനോട് ഈക്വൽ അല്ലേ. H1 + H2 ഈസ് ഈക്വൽ ടു 3X. സോ വി ക്യാൻ സീ ദാറ്റ് H1 + H2 ഈസ് ഈക്വൽ ടു 3X. കറക്റ്റ് ആണ്, H1 + H2 3X ആണ്. ഇനി H2 ഈസ് ഈക്വൽ ടു 3H1 ആണല്ലോ. സോ വി ക്യാൻ സീ ദാറ്റ് 4H1 ഈസ് ഈക്വൽ ടു 3X, or we can say H1 ഈസ് ഈക്വൽ ടു 3X / 4. H1 ഈസ് ഈക്വൽ ടു 3X/4. ഓക്കെ, H1 ഈസ് ഈക്വൽ ടു 3X/4 എന്ന് കിട്ടും. യെസ്, 1 minute. H1 ഈസ് ഈക്വൽ ടു 3X / 4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഹൈറ്റ് കിട്ടി അല്ലേ. ഹൈറ്റ് H1 ആണ് ഇപ്പോൾ കിട്ടിയത്. വി നീഡ് ടു ഫൈൻഡ് H2, റൈറ്റ്. H2 കണ്ടുപിടിക്കണം. നമുക്കറിയാം H1 + H2 എന്ന് പറയുന്നത് 3X ആണ്. സോ H2 ഈസ് ഈക്വൽ ടു
3x minus h1 which is 3x minus 3x divided by 4 which is equal to 12x minus 3x by 4 which is equal to 9x by 4. അപ്പോൾ h2 നമുക്ക് കിട്ടി 9x by 4 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 3x ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h2 ആണ്. യെസ്, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 3x ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h2 ആണ്. h2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? h2ന് പകരം 9x by 4 എന്ന് കൊടുക്കാം. 9x divided by 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 3 × 9 27 x square divided by 2 × 4 is 8. റൈറ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ 27 x square by 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം 3x എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ, ഓരോ സൈഡും 16 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 16/3. സോ ഇത് സോൾവ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 27/8 ഇൻറ്റു 16/3ൻ്റെ സ്ക്വയർ ആണ് അല്ലേ, 16/3 ഇൻറ്റു 16/3. റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27 3 × 3 9 ആണ്. സോ 27/9 ഈസ് ഈക്വൽ ടു 3 ആൻഡ് 16/8 ഈസ് ഈക്വൽ ടു 2. So we get 3 × 2 × 16. 2 × 16 is 32. So 3 × 32 is 96. So our final answer is 96. 96 ആണ് നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB. ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB ഈസ് ഈക്വൽ ടു 96. ഇതാണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം ആ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. സ്ക്വയറിൻ്റെ ഓരോ സൈഡും തന്നിട്ടുണ്ട്. ആ ഓരോ സൈഡിൽ നിന്നും നമുക്ക് മനസ്സിലായി ഓരോ സൈഡും 16 ആണെന്ന് മനസ്സിലായി. ആൻഡ് ഓൾസോ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ അനുസരിച്ച് നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? രണ്ട് പോയിൻറ്റ് C ആൻഡ് F പോയിൻറ്റ്സ് എടുത്തു. CEയും EFും DFും ഈക്വൽ ആവുന്ന പോലെ പോയിൻറ്റ്സ് എടുത്തു. ആൻഡ് വി ജോയിൻഡ് AE ആൻഡ് വി ജോയിൻഡ് BF. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആൻഡ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ x കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സൈഡ് 3x ആയിട്ട് മാറും. 3x ആയിട്ട് മാറുമ്പോൾ ആ ഒരു ബേസ് നമുക്ക് കിട്ടും. ഇൻ ടേംസ് ഓഫ് x നമുക്കിവിടെ ഈ ബേസ് കിട്ടും. ആൻഡ് ഹൈറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സിമിലാരിറ്റി യൂസ് ചെയ്തു. MAB എന്ന് പറയുന്ന ട്രയാങ്കിളും MEF എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ h2/h1 എന്ന് പറയുന്നത് 3 ഈക്വൽ ആവും, അല്ലെങ്കിൽ 3x/x ഈക്വൽ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് h2 3h1 ആണ് കിട്ടി. ഓക്കെ, അതിൽ നിന്നും നമുക്ക് h1 + h2 ഓൾറെഡി 3x ആണ്. സോ ഫ്രം ദാറ്റ് വി ഗോട്ട് 4h1 ഈസ് ഈക്വൽ ടു 3x. Also h1 is equal to 3x/4. From that h2 is equal to 9x/4. So we got base and height in terms of x, right? And also we know x എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, 16/3 ആണ്. അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ട്രയാങ്കിൾ MAB കിട്ടിയിട്ടുണ്ട്. സോ യെസ്, അപ്പോൾ 2 and 3 മാർക്കേഴ്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കമൻസിൽ ചോദിക്കാം. സോ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കടുത്ത പ്രിപ്പറേഷനിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ XNY ലേണിങ്ങും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. സോ നമ്മളുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. കറക്റ്റായിട്ട് പ്രാക്ടീസ് പ്രോബ്ലംസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യുക. വളരെ കുറഞ്ഞ സമയം ഇനി നിങ്ങൾക്കുള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ IOQM എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.